അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സാധ്യതകളുള്ള റീറ്റെയിൽ മാർക്കറ്റുകളിലൊന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ആകെ മൊത്തം 11,000 തുടങ്ങി ആധുനിക പൊതുവിതരണ സ്റ്റോറുകളുടെ എണ്ണം 2016 67,000 കവിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തികച്ചും അസാമാന്യമായ ഈ വളർച്ചയ്ക്ക് കാരണങ്ങൾ പലതാണ്. അനുയോജ്യമായ ജനസംഖ്യാ നിരക്ക്, നഗരവൽക്കരണം, അണുകുടുംബ സംവിധാനം, വർദ്ധിക്കുന്ന വരുമാന നിരക്ക്, യുവ ഉപഭോക്താക്കൾ, മാറി മാറി വരുന്ന ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ. തീർത്തും ആശാസൂചകമായ ഈ വളർച്ചയുടെ ഗുണഭോക്താക്കൾ രാജ്യത്തെ റീറ്റെയിൽ വിപണിയുടെ വെറും 4% വരെ മാത്രം വരുന്ന ബഹുരാഷ്ട്ര കമ്പനികളാണെന്നത് പരമാർത്ഥം. പ്രകൃതി സൗന്ദര്യത്തിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും സമ്പൂർണ്ണ സാക്ഷരതയ്ക്കും പേരുകേട്ട കേരളം വാർത്താ മാധ്യമങ്ങളിൽ എന്നും നിറസാന്നിധ്യമാണ്. കേരളത്തിന്റെ പാരമ്പര്യം, കല, സംസ്കാരം, ആയുർവേദം, കഥകളി, കളരിപ്പയറ്റ്, വിവിധ രംഗങ്ങളിലുള്ള പ്രാവീണ്യം എന്നിവ പൂർണ്ണമായും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ഒരു ഉൽപ്പന്ന സംസ്ഥാനം എന്നതിലും ഉപരി ഉപഭോക്തൃ സംസ്ഥാനം എന്ന് വിളിക്കാവുന്ന കേരളത്തിന്റെ റീറ്റെയിൽ മാർക്കറ്റ് രംഗത്തും മേൽപ്പറഞ്ഞ രീതിയിൽ അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങളുടെ അതിപ്രസരമാണ് കണ്ടുവരുന്നത്. നിശബ്ദമായ കയ്യേറ്റം. ദേശീയ തലത്തിൽ റീറ്റെയിൽ മേഖലയുടെ അതിശയിപ്പിക്കുന്ന വളർച്ചയ്ക്ക് കാരണമായ മാറ്റങ്ങൾ പ്രാദേശിക തലത്തിലും സജീവമാണ്. അതിന്റെ ഫലമായി കേരളത്തിന്റെ റീറ്റെയിൽ വിപണിയിൽ ബഹുരാഷ്ട്ര ഉൽപ്പന്നങ്ങളുടെ ശതമാനം കൂടുകയും സ്വാഭാവികമായി ഈ നുഴഞ്ഞുകയറ്റം നമ്മുടെ തനത് ഉൽപ്പന്നങ്ങളുടെ മേഖലയായ SME കുടിൽ വ്യവസായ വിപണിയെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വലിയ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും ഒപ്പം മത്സരിക്കാൻ കെൽപ്പില്ലാത്ത കേരളത്തിലെ ഈ ചെറുകിട വ്യവസായങ്ങൾ വിപണിയിൽ വളരെയധികം പിന്നോക്കമായി. കേരളത്തിന്റെ വിപണിയിൽ അർഹമായ ഒരിടം പോലും ലഭിക്കാത്ത സംസ്ഥാനത്തെ ഈ ചെറുകിട കുടിൽ വ്യവസായ സംരംഭകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടും വിധം ഉപഭോക്താക്കളിൽ എത്തിക്കാനാവാതെ കഷ്ടപ്പെടുകയാണ്. പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങളോ സർക്കാരോ ചെറുകിട കുടിൽ വ്യവസായ സംരംഭകരോ ഒന്നും തന്നെ നേടുന്നില്ല എന്നതാണ് സത്യം. ഇത് നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഈ അവസ്ഥയെ നാം എങ്ങനെ നേരിടും? ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിരവധി പരിശ്രമങ്ങളുടെ ഫലമായി അത്ഭുതപൂർവമായ വളർച്ച കൈവരിക്കാൻ പോകുന്ന നമ്മുടെ റീറ്റെയിൽ വിപണി അർഹതപ്പെട്ടവർക്ക് ഉപകരിക്കുമോ? ന്യായവില നടപ്പാക്കുന്ന ഒരു റീറ്റെയിൽ വിപണി എന്ന വിദൂര സ്വപ്നം ഇനി എന്നാണ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കുക? അനുദിനം വളരുന്ന ഈ റീറ്റെയിൽ രംഗം നമ്മുടെ ചെറുകിട കുടിൽ വ്യവസായത്തിന് ഏതു തരത്തിലാണ് പ്രയോജനപ്പെടുക? ഇവിടെയാണ് സിസിൽ ചരിത്രമാകുന്നത്. നിലവിലുള്ളതിനെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെ ആവിർഭാവം ഇവിടെയാണ് ആവശ്യമായി തീരുന്നത്. നമ്മുടെ വിപണിയുടെ മുഖവും ഭാവിയും ഭാഗധേയവും ഒന്നുപോലെ മാറ്റിമറിക്കുന്ന ഈ റീറ്റെയിൽ വിപ്ലവത്തിന്റെ പ്രസക്തി ഇവിടെയാണുള്ളത്. അത്യപൂർവമായ ഒരു വേലിയേറ്റമാണ് സിസിൽ ആവിർഭവിക്കുന്നത്. സംസ്ഥാനത്തെ ചെറുകിട വ്യവസായികൾ, വിതരണക്കാർ എന്നിവരെയും ജനങ്ങളെയും ഒത്തിണക്കി വികസനത്തിന്റെ പാതയിൽ ഒറ്റക്കെട്ടായി മുന്നേറുന്ന അത്യന്തം നൂതനമായ ഒരു വിപ്ലവം. അതാണ് സിസിൽ. സംസ്ഥാനത്തിന്റെ ഓരോ കോണിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാത്ത എല്ലാ ചെറുകിട കുടിൽ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ് സിസിലിന്റെ ഉദ്ദേശം. ഉയർന്ന നിലവാരമുള്ള തദ്ദേശീയവും ദേശീയവുമായ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. 10,000-ഓളം ചെറുകിട വ്യവസായികളെയും 1,00,000 വിതരണക്കാരെയും ഒരുമിച്ച് അണിനിരത്തുക എന്നിങ്ങനെ ബൃഹത്തായ ഒരു സംരംഭത്തിനാണ് സിസിൽ നേതൃത്വം നൽകുന്നത്. മറ്റേതൊരു റീറ്റെയിൽ സംരംഭത്തിൽ നിന്നും വിഭിന്നമായി സിസിലിന്റെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ഉടമകളും ഇതിലൂടെയുള്ള ലാഭത്തിന്റെ അവകാശികളും കേരളത്തിലെ അസംഘടിത ചെറുകിട വ്യവസായികളും വിതരണക്കാരും ഉപഭോക്താക്കളുമാണ്. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൽ നിന്നാണ് സിസിൽ ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ട് 6,000 തൊഴിലവസരങ്ങളാണ് സിസിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് അതിന് തക്കതായ പ്രതിഫലമാണ് സിസിലിന്റെ മുദ്രാവാക്യം. ചെറുകിട വ്യവസായങ്ങൾക്ക് ഉൽപാദന വിപണനം എന്നീ രംഗങ്ങളിലെ അനന്ത സാധ്യതകൾക്ക് പിന്തുണ നൽകുക സിസിലിന്റെ ദൗത്യമാണ്. ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ മൂല്യം, സാമ്പത്തിക വായ്പാ സൗകര്യം, നിരന്തരമായ സാങ്കേതിക സഹായം നൽകുക എന്നിവയും സിസിൽ ലക്ഷ്യമിടുന്നു.
ഇതിനായി എൻ്റെ കട എന്ന പേരിൽ 1000 സൂപ്പർ മാർക്കറ്റുകളാണ് ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ ഉടനീളം ആരംഭിക്കുന്നത്. പ്രാദേശിക ഗ്രാമീണ തലത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യവും ഊന്നലും നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന എൻ്റെ കടയുടെ മേൽനോട്ടം ഉൽപ്പാദകരും വ്യവസായികളും വിൽപ്പനക്കാരും ചേരുന്ന സിസിലാണ് വഹിക്കുന്നത്. തദ്ദേശീയ ചെറുകിട കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ ബഹുരാഷ്ട്ര ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഒരേ ഷെൽഫിൽ ഒരേ പ്രാധാന്യത്തോടെ വിൽക്കുക എന്നതാണ് സിസിൽ ഇതുവഴി ശ്രമിക്കുന്നത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവയുടെ യഥാർത്ഥ മൂല്യം ഉറപ്പുവരുത്താനാണ് സിസിൽ ശ്രമിക്കുന്നത്. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതിനൊപ്പം റീറ്റെയിൽ മാനേജ്മെന്റ് രംഗത്ത് ഒരു പുതിയ തുടക്കത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് സിസിൽ അവതരിപ്പിക്കുന്ന സംവിധാനമാണ് URMS, സിസിൽ യുണീക്ക് റീറ്റെയിൽ മാനേജ്മെന്റ് സിസ്റ്റം. സിസിലിന്റെ ഭാഗമായ ഔട്ട്ലെറ്റുകൾക്കും വിൽപ്പനക്കാർക്കും ഉൽപ്പാദനം മുതൽ വിപണനം വരെയുള്ള എല്ലാ തലങ്ങളിലും വേണ്ടുന്ന പിന്തുണയും സഹായവും സിസിലിന്റെ പ്രധാന ഉദ്യമങ്ങളിലൊന്നാണ്. ഉൽപ്പന്നത്തിന്റെ മെച്ചപ്പെട്ട ഗുണനിലവാരം, അധ്വാനത്തിലൂടെ ലഭിക്കേണ്ട പരമാവധി വരുമാനം എന്നിവ കൂടാതെ എൻ്റെ കടയുടെ ബ്രാഞ്ചൈസികൾക്ക് അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സൗകര്യം എന്നിവയും സിസിലിന്റെ ഉദ്ദേശങ്ങളാണ്. കുടുംബശ്രീ, അയൽക്കൂട്ടം, വ്യക്തികൾ, നിലവിലുള്ള കടയുടമകൾ, പ്രാദേശിക സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവരെയാണ് എൻ്റെ കടയുടെ ചുമതലയ്ക്കായി ഏർപ്പെടുത്തുക. ആയിരം ഔട്ട്ലെറ്റുകൾ, ഇടനിലക്കാരുടെ അഭാവം, ന്യായവില, വരുമാനത്തിലുള്ള ഉയർച്ച, സുതാര്യമായ ഇടപാടുകൾ, മികച്ച ഗുണനിലവാരം, ഉൽപ്പന്നങ്ങൾക്ക് മതിയായ പ്രചാരണം, പഞ്ചായത്തുകളിൽ വർദ്ധിച്ച പ്രചാരണ സാധ്യത, 100% ഉപഭോക്തൃ സംതൃപ്തി, എന്റെ കട, 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 എല്ലായിടത്തും എല്ലാത്തിനും. വളർച്ചയുടെയും വികസനത്തിന്റെയും നിറങ്ങളാൽ ഭാരതത്തെ പ്രശോഭിതമാക്കൂ.